എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളം വെണ്ണല GHSSലെ പഴയ കെട്ടിടം പൊളിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം. നിലവിൽ അധ്യയനത്തിന് ഉപയോഗിക്കാത്ത കെട്ടിടം അപകട ഭീഷണിയിലാണ്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നു, ജനലുകൾ ദ്രവിച്ചു തുടങ്ങി. പൊളിച്ചു നിൽക്കാനുള്ള റിപ്പോർട്ടുണ്ടായിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. 4 വർഷക്കാലം മുമ്പ് PWD വകുപ്പ് ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 4 വർഷക്കാലമായി മാറ്റുന്നതിന്, പൊളിച്ചു മാറ്റുന്നതിന് എത്ര അധികം പണം വേണം? അപ്പോൾ ഇത് പൊളിച്ചു മാറ്റാനുള്ള പണത്തെ, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആര് സമാധാനം പറയും? ഒരു അപകടം ഉണ്ടായാൽ ആര് സമാധാനം പറയും? അപ്പോൾ ഭയപ്പാടോട് കൂടിയിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത് പൊതുവിദ്യാലയത്തിൽ എന്നാണോ മന്ത്രിയും കൂട്ടരും പറയുന്നത്. അടുത്ത ദിവസം അതിനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും, ഒരു സംശയവും വേണ്ട. സജോ ദേവസ്യ ചേരുന്നു. സജോ, കോൺക്രീറ്റ് പാളികളൊക്കെ അടർന്നു വീഴുന്ന ഒരു കെട്ടിടത്തിന് താഴെ ഇരുന്ന് കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുക? ഇതിപ്പോ പഠിക്കാൻ പോകണമെങ്കിൽ പേടിക്കണം, അതാണ് അവസ്ഥ. റോഷ്നി, വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഇപ്പോൾ നേരത്തെ അവിടെ നിലനിന്ന പഴയ കെട്ടിടത്തിൽ അധ്യയനം നടക്കുന്നില്ല. പക്ഷെ അത് സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയാണ്. അങ്ങോട്ടേക്ക് കുട്ടികളോട് പോകരുതെന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് അധ്യാപകർ പറയുന്നു. പക്ഷെ കഴിഞ്ഞ 4 വർഷമായി അവിടെ ഏതാണ്ട് ഒരു 4 വർഷത്തോളമായി അധ്യയനത്തിന് ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല. പഴയ കെട്ടിടമാണ്, അത് പൊളിച്ചു നീക്കണം എന്ന റിപ്പോർട്ടുണ്ട്. കോർപ്പറേഷൻ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതിൻ്റെ ഒരു പ്രൊസീജിയർ പാലിക്കുകയും ചെയ്യണം പൊളിച്ചു നീക്കാൻ എന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ കോമ്പൗണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് ഈ പഴയ കെട്ടിടം എന്നത്, ഈ കാണുന്ന കെട്ടിടം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ അറിയാം. പൂർണ്ണമായും ദ്രവിച്ച് കമ്പിയൊക്കെ പുറത്തേക്ക്, കോൺക്രീറ്റിൻ്റെ കമ്പിയൊക്കെ പുറത്തേക്ക് ഇരിക്കുന്നു, ജനലൊക്കെ ദ്രവിച്ച് നിൽക്കുന്നു. കുട്ടികൾ ഇതിൻ്റെ അടിയിലൂടെ, അതായത് എതിർഭാഗത്തേക്ക് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, അങ്ങോട്ടേക്ക് നടന്നു പോകും. അപ്പോൾ ഒരു സ്കൂൾ കോമ്പൗണ്ട് ആകുമ്പോൾ അതിനോട് ചേർന്ന് ആണ് അടുത്ത കെട്ടിടങ്ങളൊക്കെ, പുതിയ കെട്ടിടം, പുതിയ ബ്ലോക്കൊക്കെ ഇരിക്കുന്നത്. അതുവഴി നടന്നു പോകരുതെന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു അപകടം ഉണ്ടാകില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു നീക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്, അത് നിർവഹിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുവേണ്ടി ഇത്ര കാലതാമസം എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു പ്രൊസീജിയർ പാലിക്കാൻ ഇത്രയും സമയം എന്തിനാണ് ആവശ്യം എന്നതാണ് പ്രസക്തമായ ചോദ്യം. നേരത്തെ തന്നെ പുതിയ കെട്ടിടം നിർമ്മിച്ചു, കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യം അവിടെയുണ്ട്. ഇത് പൊളിച്ചു നീക്കണം എന്ന റിപ്പോർട്ട് തന്നെയുമുണ്ട്. പക്ഷേ പ്രൊസീജിയർ പാലിക്കുക, ആ നടപടിക്രമങ്ങൾ, അതിന് പക്ഷേ ഇത്രയും കാലതാമസം ആവശ്യമുണ്ടോ? 2020 ശേഷം യഥാർത്ഥത്തിൽ ഈ കെട്ടിടത്തിൽ നിന്ന് പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഒരു 3 വർഷമായി ഈ കെട്ടിടം ഉപയോഗിക്കുന്നതില്ല, ഇനി അത് ഉപയോഗിക്കാൻ കഴിയുകയുമില്ല എന്നതാണ് സാഹചര്യം. പുതിയ സൗകര്യങ്ങളൊക്കെ കാര്യമായി തന്നെ ഒരുക്കിയിട്ടുമുണ്ട്, പുതിയ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞ് മറ്റ് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ പിന്നീടും എന്തിനാണ് ഒരു അപകടത്തിന് വരെ കാത്തിരിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ്. കോൺഗ്രസിൻ്റെ അടക്കം പ്രതിഷേധ മാർച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് നേരത്തെ തന്നെ ഇതിൻ്റെ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്, പൊളിച്ചു നീക്കണം, അതൊരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയുകയില്ല, ഉപയോഗിക്കുന്നുമില്ല. നേരത്തെ അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉപയോഗിക്കുന്നില്ല, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, കുട്ടികളെ അങ്ങോട്ട് വിടുന്നില്ല, അതിൻ്റെ ഭാഗത്തൊന്നും ഈ കെട്ടിടം അങ്ങനെ പെട്ടെന്ന് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. ഉടൻ തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടിയിലേക്ക് പോകും. പക്ഷേ ഇത്രയും കാലമായി ഇനിയും എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ്. എത്രയധികം കുട്ടികൾ തൊട്ടപ്പുറത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുമാണ്, അവിടെ ധാരാളം കുട്ടികളുണ്ട്, അവർ ഇതുവഴി കടന്നുപോകും. ഒരു അപകടത്തിന് എന്തിനാണ് കാത്തിരിക്കുന്നത്? അതാണ് ഇനിയും ഒരു അപകടം കാണുമോ എന്നുള്ളതാണ്. താഴെ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്ന കെട്ടിടമാവണമെന്നുമില്ല, ആ സ്കൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഴയ കെട്ടിടമാണെങ്കിൽ പോരെ, എത്ര കുട്ടികൾ അതിന് താഴെയൂടെ പോകുന്നവരായിരിക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ.